വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം കൂടി കടന്നു വരികയാണ്. ഇപ്പോൾ മീഡിയ വണിനൊപ്പം ചേർന്നത് മുൻ ലോക്സഭാംഗമായ സെബാസ്റ്റ്യൻ പോളാണ്. അദ്ദേഹത്തിൻ്റെ പഴയകാല തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമൊക്കെ ആയപ്പോൾ സാർ എങ്ങനെയാണ് ആദ്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്? എനിക്ക് കുറേ കാലമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചുള്ളൊരു പരിചയം ഉണ്ടായിരുന്നു. അത് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്കോ പാർട്ടിക്കോ വേണ്ടിയൊന്നും ആയിരുന്നില്ല. മിക്കവാറും ഏതെങ്കിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടിയായിരുന്നു എൻ്റെ പ്രവർത്തനം. പക്ഷേ വളരെ യാദൃശ്ചികമായാണ് 1997 പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നതിനുള്ള ക്ഷണം കിട്ടുന്നത്. 2009 ആണ് ആദ്യമായി ഒരു സഭയിൽ കാലാവധി പൂർത്തിയാക്കി പിരിഞ്ഞത്. ലോക്സഭയിൽ 5 വർഷം പൂർത്തിയാക്കി ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് വിവിധ രാഷ്ട്രീയ എതിരാളികളുമായി മത്സരിച്ചിട്ടുണ്ട്. നിയമസഭയിലേക്കായാലും ലോക്സഭയിലേക്കും ഒരുപാട് എതിരാളികൾ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുമായി ഈ മത്സര സമയത്തും അതിനുശേഷമുള്ള ഒരു ബന്ധമൊക്കെ എങ്ങനെയായിരുന്നു? ഒരു സമ്പൂർണമായും രാഷ്ട്രീയ എതിരാളിയെ എനിക്ക് കിട്ടിയത് ഞാൻ തൃക്കാക്കരയിൽ മത്സരിക്കുമ്പോഴാണ്. തൃക്കാക്കരയിൽ ബെന്നി ബെഹനാൻ സ്ഥാനാർത്ഥിയാകും എന്ന പ്രതീക്ഷയിലാണ് മത്സരം ക്യാമ്പയിൻ തുടങ്ങിയതെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വന്നത് PT തോമസ് ആയിരുന്നു. അത് എറണാകുളം പ്രസ് ക്ലബ്ബിൽ ഞങ്ങൾ രണ്ടുപേരെയും സ്ഥാനാർത്ഥികളെ വിളിച്ച് ഒരു മുഖാമുഖം പരിപാടി നടത്തുകയുണ്ടായി. അന്ന് ഞാനും PT-യും ഒരേപോലെ പറഞ്ഞതും സമ്മതിച്ചതുമായ ഒരു കാര്യം, അനാശാസ്യമായ ഒരു പ്രവൃത്തിയും വാക്കോ പ്രവൃത്തിയോ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തൃക്കാക്കരയിൽ ഉണ്ടാവില്ല എന്നായിരുന്നു. അത് ഞങ്ങൾ രണ്ടു കൂട്ടരും പാലിച്ചു. ലോക്സഭയിലേക്ക് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്, രണ്ടിലും വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ കുറച്ചുകൂടി പ്രവർത്തിക്കാൻ താല്പര്യമുള്ള മേഖല ലോക്സഭയിലാണോ നിയമസഭയിലാണോ കുറച്ചുകൂടി താല്പര്യമുണ്ടായിരുന്നത്? എനിക്ക് സ്വാഭാവികമായ ഒരു ആകർഷണം ലോക്സഭയോടുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞതുപോലെ തമാശയായിട്ടാണെങ്കിലും ചെറിയ ചെറിയ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചത് തന്നെ ജയിച്ച് ഒടുവിൽ അങ്ങോട്ട് പോകാം എന്നുള്ളതായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല, നേരിട്ട് തന്നെ പോകാൻ കഴിഞ്ഞു. അപ്പോൾ പാർലമെൻറ്റിനോട് എനിക്കൊരു ആകർഷണമുണ്ട്. കാരണം അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ അവിടെ നടക്കുന്നത്. അച്ഛനും മകനുമെതിരെ മത്സരിക്കാവുന്ന ഒരു സവിശേഷത അല്ലെങ്കിൽ അങ്ങനെ ഒരു നേട്ടം താങ്കൾക്കുണ്ടായിരുന്നു? അച്ഛനും മകനും എതിരെ മത്സരിച്ചു എന്ന് മാത്രമല്ല, രണ്ടുപേരാലും തോൽപ്പിക്കപ്പെടുന്നതിനുള്ള അവസരവും ഉണ്ടായി. ആദ്യം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജോർജ് ഈഡൻ എന്നെ പരാജയപ്പെടുത്തി. പിന്നീട് നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഹൈബി ഈഡനും എന്നെ പരാജയപ്പെടുത്തി. എറണാകുളം മണ്ഡലത്തിലൊരു തെരഞ്ഞെടുപ്പ് സാധ്യതകൾ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ജയപരാജയ സാധ്യതകൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം അതിന് ഇലക്ഷൻ പോലും ഇപ്പോഴും നോട്ടിഫൈ ചെയ്തിട്ടില്ല. ഏതായാലും നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ. മീഡിയ വണിനൊപ്പം ചേർന്ന് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ വിശേഷങ്ങളും ഓർമ്മകളൊക്കെയായി ലേഷ് കാഞ്ഞിക്കാവിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ വൺ, കൊച്ചി.